കുട്ടികളെ വളർത്തുമ്പോൾ കുട്ടികളെ നല്ല അന്തസ്സിൽ വളർത്തണം. കുട്ടി ഇപ്പൊ നമ്മളെ കുട്ടികൾക്കൊക്കെ ഏതാണ് ഇങ്ങനെ താങ്ങി പിടിച്ചു കണ്ട് അതിട്ട് കൊടുത്തേക്കാണല്ലോ. എന്തായാലും പറഞ്ഞു പമ്പേഴ്സ് ഇട്ടേക്ക. ചെറിയ കുട്ടിയൊക്കെ നമ്മളവിടുന്ന് ഒരു കോഴി കുറച്ചപ്പുറത്ത് കാട്ടിച്ചപ്പോൾ ചെറിയ കുട്ടി പറഞ്ഞ കോഴിക്ക് പമ്പേഴ്സ് ഇട്ട് കൊടുത്തിട്ടില്ല. അപ്പൊ കുട്ടികൾക്ക് ഇപ്പൊ എല്ലാവർക്കും ഓർമ്മയുള്ളതാവാം. ഇതിങ്ങനെ ഇട്ടിട്ട് ഇതിൻ്റെ ഉള്ളിൽ കിടന്നിട്ട് മൂത്രമൊഴിച്ചിട്ട് എപ്പം മൂത്രമൊഴിച്ചിക്കണ് നമുക്കാർക്കെങ്കിലും അറിയോ? കുട്ടി എപ്പോഴാ കാഷ്ടിച്ചത് നമുക്കാർക്കെങ്കിലും അറിയോ? കാഷ്ടിച്ചതും മൂത്രിച്ചതൊക്കെ ആയിട്ട് കുട്ടി ഒരുപാട് സമയം ഇങ്ങനെ അതും താങ്ങി നടക്കണ അവസ്ഥ ഉമ്മമാരെ കുട്ടികളുടെ ഭാവിക്ക് എത്ര വലിയ ദോഷം ചെയ്യും. ഒരു കുട്ടി എവിടെ മൂത്രമൊഴിച്ചാലും അപ്പൊ തന്നെ അതെടുത്ത് കഴുകി വൃത്തിയാക്കണം. കുട്ടിയുടെ ശരീരം എപ്പോഴും കഴുകി വൃത്തിയാക്കണം. എന്തുകൊണ്ട്? പിശാചിന് ഇഷ്ടപ്പെട്ട സാധനം കുട്ടിയുടെ ശരീരത്തിൽ ഇങ്ങനെ കൊണ്ടു നടക്കണ്ട. നല്ല ശുദ്ധമായിരിക്കുന്ന വായു അത് ശ്വസിക്കാൻ പറ്റിയ സ്ഥലമാണ് സഅദ് കബീല. രണ്ടാമത്തത് അവിടെ നല്ല സ്വഭാവമുള്ള ആൾക്കാരാണ്. മൂന്നാമത്തത് അവിടെ നല്ല ഭാഷ സംസാരിക്കുന്ന ആളുകളാണ്. നബി മുഹമ്മദുർ റസൂലുള്ളാഹ് മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അവിടേക്ക് മുലയൂട്ടാൻ വേണ്ടി കൊണ്ടുപോകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കുടിക്കാനുള്ള മുലപ്പാല് അല്ലാഹു സുബ്ഹാനഹു വ തആല നേരത്തെ തയ്യാറാക്കി വെച്ച മുലപ്പാലാണ്. സഅദ് കബീലക്കാരായ സ്ത്രീകളെ അവരെ ജീവിതത്തിന്റെ ഒരു വരുമാന മാർഗമാണ് കുട്ടികൾക്ക് മുല കൊടുക്കാൻ വേണ്ടി ഏറ്റെടുക്കുക എന്നുള്ളത്. നമ്മളെ നാട്ടിലൊക്കെ ഇപ്പം ഉണ്ടല്ലോ പ്രസവിച്ചു കൊടുത്ത് നിൽക്കാൻ പോണ പെണ്ണുങ്ങളുണ്ട് അല്ലേ? നമ്മളെ ഈ നാട്ടിൽ കൂടെ ഒക്കെ ഉണ്ട്. ഇപ്പൊ കുറെ കുറഞ്ഞിക്കണം. ഇപ്പൊ കുറഞ്ഞിക്കണമെങ്കിലും ആളുണ്ട്. പക്ഷെ എന്താ നിങ്ങള് ഒന്നാമത്തെ പ്രസവത്തിന് പോകാനാണ് എല്ലാവർക്കും കമ്മി. ആ വിവരം അറിയുന്നത് പ്രസവത്തിന് വേണ്ടി ബുക്ക് ചെയ്യുമ്പോൾ തന്നെ പോലും ചോദിച്ചു എത്രാമത്തതാണ്? 7ാമത്തതാണ്. ഇനി പിന്നെ ബാക്കിയൊന്നുമില്ല. കാരണം വെച്ചാൽ ഒന്നാമത്തതാകുമ്പോഴാണ് ഏത് എണ്ണയും വെളിച്ചെണ്ണയും കാണാൻ പോക്കും പോക്കും അങ്ങനെ നെയ്യപ്പം കുയ്യപ്പം ഉണ്ണിയപ്പം ഒക്കെ ഒരപ്പം തന്നെയാണ്. പേരിങ്ങനെയാണ് മാറിയെന്നല്ലാതെ ആദ്യം ഇങ്ങനെ കുടുക്കിയിൽ കയ്യിലിട്ടിട്ട് വളമ്പുമ്പോൾ ഒന്നിച്ചെന്താക്കും കിട്ടും. അപ്പോൾ അത് നെയ്യപ്പാവും. പിന്നെ ഇതിപ്പോൾ കഴിയണീനനുസരിച്ച് പോരിയാ കിട്ടൂല, അപ്പോൾ കുയ്യപ്പാവും. പിന്നെ അത്രയും കിട്ടൂല, അപ്പോൾ ഉണ്ണിയപ്പം. സംഗതി ഒന്നു തന്നെയല്ല, അതുപോലെ ഒന്നു തന്നെയല്ലോ ഒക്കെ. അപ്പോൾ അതാണ്. ഹോട്ടലിലാണെങ്കിൽ ഉണ്ടമെന്ന് തുടങ്ങും, ഒക്കെ അവിടെ ആയിട്ടാണ് അവസാനിക്കലെന്ന് മാത്രം. അപ്പോൾ അങ്ങനെ സാധനമൊക്കെ ഒന്ന് തന്നെയാണ്. അപ്പോൾ ഈ വക സംഗതികളൊക്കെ അങ്ങനെയാണ്. അപ്പോൾ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ സഅദ് കബീലക്ക് കൊണ്ടുപോയിട്ട് സഅദ് കബീലയിൽ താമസിക്കുന്ന പെണ്ണുങ്ങളൊക്കെ മുലയൂട്ടാൻ വേണ്ടി കുട്ടികളെ ഏറ്റെടുക്കും. അത് അവർക്കൊരു വരുമാന മാർഗമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മുലയൂട്ടുന്നതിന് വേണ്ടി വന്ന ഉമ്മ ഹലീമത്തു സഅദിയ ആദ്യം ഒന്ന് പ്രസവിച്ചു ഒരു പെൺകുട്ടിയെ. ആ കുട്ടിന്റെ പേര് ബീവി ഷൈമാ എന്നാണ്. രണ്ടാമത് പ്രസവിച്ചിരിക്കുന്ന ആൺകുട്ടിയുണ്ട്. ആദ്യത്തെ കുട്ടിക്ക് 6 or 7 വയസ്സായപ്പോഴാണ് രണ്ടാമത്തെ കുട്ടിനെ പ്രസവിക്കുന്നത്. 2 പ്രസവത്തിലും ഹലീമ ബീവിക്ക് വലത്തെ മുലയിൽ പാലില്ല, ഇടത്തെ മുലയിൽ മാത്രമേ പാലുള്ളൂ. ഇതാ നാട്ടുകാർക്കൊക്കെ അറിയാം. പക്ഷെ ഒരാരും അത് പുറത്ത് പറയലില്ല. എന്തുകൊണ്ട്? ഹലീമൂന് ഒരു അന്നം മുടങ്ങണ്ടെന്ന് വിചാരിച്ചിട്ട് മുലപ്പാൽ കൊടുക്കാൻ കുട്ടികളെ കുട്ടികളെ പറയലില്ല. എല്ലാവർക്കും അറിയാം. സുബ്ഹാനല്ലാഹ്. ഹലീമ ബീബി റളിയല്ലാഹു അൻഹ പറയുകയാണ്, നബി മുഹമ്മദ് മുസ്തഫ മുത്ത് നബിയെ പ്രസവിക്കപ്പെട്ടിരിക്കുന്ന വീട് സൂഖുല്ലൈലിൽ, മക്കത്തുൽ മുക്കറമിലെ സൂഖുല്ലൈലിൽ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹിനെ പ്രസവിക്കപ്പെട്ട വീട്ടിലേക്ക് ഹലീമ ബീബി റളിയല്ലാഹു അൻഹ കയറിയിട്ട് ആ വീട്ടിലേക്ക് അങ്ങോട്ട് ചെന്നപ്പോൾ പട്ടുവസ്ത്രത്തിൽ പൊതിഞ്ഞ് സന്തോഷത്തോടു കൂടെ കുട്ടിയെ എടുത്തിട്ട് ആമിന ബീബി റളിയല്ലാഹു അൻഹ ഇങ്ങോട്ട് കൊണ്ടുവന്നപ്പോൾ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഖം, ആ പ്രകാശിക്കുന്ന മുഖം ഇങ്ങനെ കണ്ട സമയത്ത് അല്ലാഹ് ഹലീമ ബിബി റളിയല്ലാഹു അൻഹ മൻദല്ലദീ മാ സഅഖത് വമൻ ലഹുൽ ഹുസ്നാ ഫഖത്, നന്മ മാത്രം പറയാനുള്ള മുഹമ്മദുർ റസൂലുള്ളാഹ് മുത്തുനബിയുടെ പ്രകാശിക്കുന്ന മുഖം, ആ മുഖ കമലം കണ്ടപ്പോൾ ഹലീമ ബിബി റളിയല്ലാഹു അൻഹ വല്ലാതെ സന്തോഷിച്ചു. ഉമ്മയുടെ കയ്യിൽ നിന്ന് കുട്ടിയെ വാങ്ങിയിട്ട് ഹലീമ ബിബിന്റെ മടിത്തട്ടിൽ വെച്ചപ്പോൾ ഹലീമ ബിബിയുടെ ശരീരത്തിന് വല്ലാത്ത ഒരു ഉന്മേഷം, സന്തോഷം. രോഗം മാറി, ആരോഗ്യം വർദ്ധിച്ചു. ഹലീമ ബിബി ആ സന്തോഷത്തിൽ കുട്ടിക്കങ്ങ് മുലപ്പാൽ കൊടുക്കാൻ ഒരുങ്ങിയിട്ട്
വലഭാഗത്തെ മുലക്കണ്ണെടുത്തിട്ട് കുട്ടിയുടെ വായിലേക്ക് വെച്ചു കൊടുത്തപ്പോൾ ഹലീമ ബിബിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു, പടച്ചോനെ, പാലില്ലാത്ത മുലയാണോ ഞാൻ കുട്ടിക്ക് കുടിക്കാൻ കൊടുക്കുന്നത്? പെട്ടെന്ന് ഹലീമ ബിബി കുട്ടിയുടെ വായിൽ നിന്ന് മുലക്കണ്ണിങ്ങോട്ട് വലിച്ചപ്പോൾ നിറയെ പാല്, കുട്ടിയുടെ വായിൽ നിറയെ പാല്, ഹലീമ ബിയുടെ വലത്തെ മുലയിൽ നിറയെ പാല്. ഹലീമ ബിബി പറയാണ്, നബി തങ്ങളാകുന്ന കുട്ടിയുടെ ഉമിനീര് എന്റെ മുലക്കണ്ണിൽ തട്ടി ആ സെക്കൻഡിലാണ് ആദ്യമായിട്ട് എന്റെ വലത്തെ മുലയിൽ പാലുണ്ടായത്. നബി തങ്ങൾക്ക് കുടിക്കാനുള്ള മുലപ്പാൽ അള്ളാഹ് നേരത്തെ തയ്യാറാക്കി വെച്ചതാണ്. പിന്നെ ഹലീമ ബീബിയാണ്, 2 കൊല്ലം ഞാൻ കുട്ടിക്ക് മുല കൊടുത്തപ്പോൾ ഒരിക്കൽ പോലും ഇടത്തെ മുലയിൽ നിന്ന് മുഹമ്മദ് എന്ന കുട്ടി മുലപ്പാല് കുടിച്ചിട്ടേ ഇല്ല. ഹലീമ ബീബി പറയാണ്, ഞാൻ ചിലപ്പോ പാതിരാക്ക് ഉറക്കത്തിലൊക്കെ വിളിച്ചോണ്ട് തീറ്റി കുട്ടിക്ക് കൊടുത്തു നോക്കും, എന്നാലും ഇടഭാഗത്തെ മുലയിൽ നിന്ന് കുടിക്കൂല. അങ്ങനെയുണ്ട്, ഉറക്കത്തിൽ വിളിച്ചോണ്ടിയാ ചില കള്ളിയൊക്കെ പൊളി. ചില രഹസ്യങ്ങളൊക്കെ പൊളിച്ചാൽ നല്ല വട്ടം തരങ്ങൾ ലോണം കൂർക്കം വെച്ച് ഉറങ്ങുമ്പോൾ പെട്ടെന്ന് പൊളിച്ചോണ്ടിട്ടാണ് ചോദിച്ചത്. ഞങ്ങൾ ദർസ് പഠിക്കണമെന്ന് ഒരു ചങ്ങായി വന്നു. ഇശാ നിസ്കരിക്കാൻ അവിടെ വന്നിങ്ങാണ്ട് ഇങ്ങനെ ആട്ടില്ലോ, ഇങ്ങനെയൊക്കെ മുണ്ടാൻ വെച്ചാതെ അഭിനയിച്ചാണ്. അപ്പൊ എനിക്കൊരു സംശയം, ഇവന് മുണ്ടാൻ വെച്ചായിട്ട് തന്നെയാണോ? കാരണം ഇതിങ്ങനെ അങ്ങനെ ഉണ്ടല്ലോ, ഇഷാറത്ത് ഇങ്ങനെ ആംഗ്യം കാണിക്കണ സമയത്ത് ഇങ്ങനെ നമ്മൾ മേപ്പെട്ട് നോക്കിയപ്പോൾ എന്നാണ് കീപ്പട്ട കാണിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ആംഗ്യം ഒരു ഉഷാറില്ലാത്തപ്പോൾ എനിക്ക് വന്നു, ഇവന് മുണ്ടാൻ വെച്ചാതെ തയ്യാറില്ലേ. ഏതായാലും നമ്മൾ ഇശാ നിസ്കരിക്കാൻ വേണ്ടി വന്നവരോട് കുറച്ച് പൈസ ഒക്കെ ഉണ്ടാക്കി ഇവന് ചോറൊക്കെ കൊടുത്ത് മോന് രാവിലെ സുബൈക്ക് കുറച്ച് പൈസയൊക്കെ കൊടുത്ത് വിടാന്ന് വെച്ചാണ്ട് ഉറക്കി. ഉറക്കത്തിലൊരു 12-1 മണിക്ക് ഇവനെ വിളിച്ചോത്തിട്ട് വെച്ചു, എനിക്ക് രാവിലെ എവിടുക്കാൻ പോകേണ്ടി വെച്ചു, എനിക്ക് വയനാട്ടിൽ കാണുക. അപ്പോഴാണ് മുണ്ടാൻ വെച്ചാത്ത കള്ളി അറിയുക. അതാ ഹലീമ ബിബി റളിയല്ലാഹു അൻഹ പറയാണ്, മുത്തുനബിനെ ഞാൻ മുഹമ്മദ് ആകുന്ന കുട്ടൻ നട്ടപ്പാതിരാക്ക് വിളിച്ചോണത്തിയിട്ട് മുലപ്പാൽ കൊടുത്താലും ഇടഭാഗത്തെ മുലയിൽ നിന്ന് പാല് കുടിക്കൂല. എന്തേ? മുത്തുനബിനെ അള്ളാഹു തആല കണ്ടങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കുടിക്കാനുള്ള മുലപ്പാല് അള്ളാഹ് വേറെ തന്നെ തയ്യാറാക്കിയത്. ഭാവിയിൽ വഹാബിസം, മൗദൂദിസം, ഖാദിയാനിസം, തബ്ലീഗിസം, ഒരുപാട് ഇസങ്ങൾ വരുന്നുണ്ടല്ലോ. ഇവരൊക്കെ പറയും ചെറുപ്പത്തിൽ തന്നെ മറ്റേ കുട്ടിന്റെ മുലപ്പാല് കുടിച്ച ആളാണ് ചങ്ങായി എന്നുള്ളത് പറയും. അതുകൊണ്ട് തന്നെ അല്ലാഹു തആല മുത്തുനബിക്ക് കുടിക്കാനുള്ളത് നേരത്തെ തയ്യാറാക്കി റെഡിയാക്കി. വലഭാഗത്തെ മുലയിൽ നിന്നല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുലപ്പാല് കുടിച്ചിട്ടില്ല. ഇന്നിപ്പോ നമ്മളെ നാട്ടില് ഇതൊക്കെ എന്തായി? മഹാന്മാരെ ജീവിതത്തിന്റെ ചരിത്രങ്ങളും അത്ഭുതങ്ങളും അതിലുള്ള ആത്മീയതയും ഇതൊക്കെ മനസ്സിലാക്കുന്നിടത്ത് പുതിയ പുതിയ പാർട്ടിക്കാർ പലരും രംഗത്ത് വന്നപ്പോൾ ഇതിനൊക്കെ ഇകഴ്ത്തി കാണിക്കാൻ തുടങ്ങി. ഇങ്ങനെ ഉണ്ടല്ലോ. അള്ളാഹുവിന്റെ ദീനിന്റെ ആദ്യ പ്രധാനപ്പെട്ട വെളിച്ചം ഒന്ന് നബിമാരാണ്, അമ്പിയാക്കൾ. രണ്ടാമത്തേതാരാ? അത് അള്ളാഹുവിന്റെ ഔലിയാക്കളാണ്. ആ ഔലിയാക്കളെയും നബിമാരെയും അമ്പിയാക്കളെയും അവരുടെ വെളിച്ചം കെടുത്തിക്കളഞ്ഞാൽ പിന്നെ ഉമ്മത്ത് ഇരുട്ടിൽ തപ്പും. അതാണ് വഹാബിസം ചെയ്തത്. കള്ളന്മാരെ അടയാളം അങ്ങനെ തന്നെയാണ്. ഓരോരു പേരിൽ കക്കാൻ പേരാണ് വെച്ചാൽ ആദ്യം എന്താ ചെയ്യാന്ന് വെച്ചാൽ ഇപ്പൊ നിങ്ങൾ പറയാൻ നിന്നിട്ട് ഞങ്ങൾ കക്കാൻ പോയിട്ടില്ലല്ലോ എന്ന് പറയാൻ നിൽക്കണ്ട. ആദ്യം എന്താ ചെയ്യാ? ഒരു ഫീസ് ഊരിയ. ഫീസ് ഊരിയിട്ട് ഇരുട്ടാക്കിയെങ്കിലല്ലേ ഇവരെ തിരിച്ചറിയാനാവുള്ളൂ. ഇതാണ് വഹാബിസം ഇസ്ലാമിൽ ചെയ്തത്. അള്ളാഹുവിന്റെ ദീനിന്റെ വെളിച്ചമായ ഔലിയാക്കളെയും അമ്പിയാക്കളെയും അവരുടെ നൂറിനെ കെടുത്തിക്കളയുന്ന പ്രസംഗവും അതിനു വേണ്ട ഉപദേശങ്ങളുമാണ് അവരാദ്യം ചെയ്തത്. പള്ളിക്കത്തെ മൂല്യാർക്ക് ഇല്ലാത്ത കുറ്റല്ല. ഒന്നാമത് തുടങ്ങും അവിടുന്നാണ്. ഇമാമിന്റെ അടുത്ത് നിന്ന് തുടങ്ങിയാൽ പിന്നെ ഖത്തീബിന്, പിന്നെ കാലിയാർക്ക്, പിന്നെ ആലിമീങ്ങൾക്ക്, പിന്നെ ഔലിയാക്കൾക്ക്, അവസാനം നബിതങ്ങൾ വരെ എല്ലാവരെയും ആക്ഷേപിക്കാൻ. അതാണ് ഈ വഹാബിസം എന്ന് പറഞ്ഞ പുതിയ പാർട്ടിക്കാർ. അള്ളാഹു പോലെ ഷർന്ന് നമ്മളെ കാക്കട്ടെ. അതിന് നിങ്ങളെ ആമീൻ ഇങ്ങനെ വയന്നുണ്ടായാൽ പോരാ. അള്ളാഹു പോലെ ഷർന്ന് നമ്മളെ കാക്കട്ടെ. നല്ലോണം ആമീൻ പറയാൻ തന്നെ വേണം. അത്ര വലിയ ഷർറാണ്. സുബ്ഹാനല്ലാഹ്. ഈ ഉമ്മത്തിന് ഇത്രയധികം വിഷമമുണ്ടാക്കിയത് വഹാബിസം പോലെ വേറെ ഏതാണ്?
പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, എത്ര സന്തോഷത്തിലാണ് മുഅ്മിനീങ്ങൾ ഓരോ കാര്യങ്ങൾ ചെയ്തു പോന്നിരുന്നത്. അതിനെല്ലാം താറുമാറാക്കണം. മുഹീദ്ദീൻ ഷേഖ് റളിയല്ലാഹു അൻഹുവിനെ ആയാലും നബി മുഹമ്മദുർ റസൂലുള്ളാഹ് മുത്തുനബി തങ്ങളായാലും ജീവിതത്തിൻ്റെ താളുകളിലേക്ക്, ചരിത്രങ്ങളിലേക്ക് നോക്കേണ്ട എത്ര പ്രധാനപ്പെട്ടതാണ്. എന്നാൽ അതൊക്കെ പരിഹസിക്കുന്ന ഒരു രീതിയിലേക്ക്, ഒരു തലമുറയെ മുഴുവൻ വഴിതെറ്റിപ്പിക്കുന്ന ഈ പുതിയ പ്രസ്ഥാനക്കാർ വന്നപ്പോൾ, പ്രിയപ്പെട്ട മുഅ്മിനുകളെ, പരിശുദ്ധ ഇസ്ലാമിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മർമ്മപ്രധാനപ്പെട്ട പലതും നമുക്ക് നഷ്ടപ്പെടുകയായി. ഇവിടെയാണ് എൻ്റെ ഉമ്മപങ്ങന്മാരും സഹോദരിമാരും ഓർക്കേണ്ടത്. ഔസുൽ ആലം ഷേഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങൾ കുടുംബപരമായുള്ള മഹിമ മാത്രമല്ല, അവരുടെ ജീവിതത്തെ പറ്റി പഠിക്കണം നമ്മൾ. രാത്രി സമയത്ത് മുഹീദ്ദീൻ ഷേഖ് റളിയല്ലാഹു അൻഹു നിസ്കരിക്കാൻ വേണ്ടി നിന്നിട്ട് രാത്രി എല്ലാവരും ഉറക്കത്തിന്റെ മഴക്കത്തിലാണ്. ആ സമയത്ത് മുഹീദ്ദീൻ ഷേഖ് റളിയല്ലാഹു അൻഹു നിസ്കരിക്കാൻ വേണ്ടി നിന്നിട്ട് അല്ലാഹു അക്ബർ, ഒന്നാമത്തെ റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം 1000 പ്രാവശ്യം ആയത്തുൽ കുർസി ഓതി. ഒറ്റ റക്അത്തിൽ എത്ര ആയത്തുൽ കുർസി? 1000. നമ്മൾ ഇക്കാലം വരെ ഓതിക്കണം 1000. നമ്മൾ വല്ല ദിക്റിനും ഒക്കെ പോകുകയാണെന്ന് വെച്ചാൽ, അല്ല അവിടെ ഇപ്പൊ 70,000 ദിക്ർ. 70,000 ചെല്ലണം എന്നാ വിചാരിച്ചത്. ഇപ്പൊ തുടങ്ങിയിട്ടുള്ളൂ. ഇങ്ങനെയാണ് തീരാൻ നേരത്തെ പോയിങ്ങാണ്ട് ഇങ്ങനെ ഉണ്ടല്ലോ. മമ്പർത്ത് സാധനം വിൽക്കണം അതിനാണ്. മമ്പർത്തെ മക്കാമ് പോയേക്കാണ് പീഡിയക്കാർ, ഇങ്ങനെ 5-6 പീഡിയക്കാർ അടുത്തടുത്ത. അപ്പോൾ ഒരു പീഡിയക്കാരിങ്ങനെ ഉറക്ക വിളിച്ചു പറയുന്നുണ്ട്, മക്കാമിൽ കത്തിക്കാനുള്ള മെഴുകുതിരി, ഊതുകൊള്ളി, മറ്റത് അത് ഇത് ബാക്കിയുള്ളതൊക്കെ ഇവിടെ കിട്ടുന്നുണ്ട്. 10 എണ്ണത്തിൻ്റെ പേരിങ്ങനെ പറയും. അവിടെ കത്തിക്കാനുള്ളത്, അവിടെ ജാറം മൂടാനുള്ളത്, ബാക്കി അതൊക്കെ ഇവിടെ കിട്ടും. അപ്പോൾ മറ്റോ പറഞ്ഞാൽ അതൊക്കെ ഇവിടെയും കിട്ടും. അപ്പോൾ മറ്റേ ഞങ്ങൾ അതൊക്കെ ഇവിടെയും കിട്ടും. അപ്പൊ പറയണ പണിയൊക്കെ ആയിരിക്കാം ആദ്യത്തെ പീഡിയക്കാരന, ബാക്കിയുള്ളവരൊക്കെ അതിങ്ങനെ കേട്ടിക്കാണ്. അപ്പോൾ അതൊക്കെ പടിയും കിട്ടുണ്ടോ എന്ന മാതിരി നമ്മൾ ദിക്റിനൊക്കെ പോയാൽ എന്താക്കാ, ചില അവസാനത്തിൽ ഇതൊക്കെ പടിയും കിട്ടുന്ന പറഞ്ഞാൽ അതിനെ നമ്മൾ പോകുന്നത്. എന്നിട്ട് നമ്മക്കിത് മനസ്സിലാക്കാതിരിക്കരുത്. മുഹീദ്ദീൻ ഷേഖ് റളിയല്ലാഹു അൻഹു അല്ലാഹു അക്ബർ ഒറ്റ റക്അത്തിൽ 1000 പ്രാവശ്യം ആയത്തുൽ കുർസി ഓതി. രണ്ടാമത്തെ റക്അത്തിൽ മുഹീദ്ദീൻ ഷേഖ് റളിയല്ലാഹു അൻഹു രണ്ടാമത്തെ റക്അത്തിൽ 1000 പ്രാവശ്യം ഖുൽ ഹുവല്ലാഹു ഓതി. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, റിഫായി ഷേഖ് റളിയല്ലാഹു അൻഹു ചരിത്രത്തിൽ കാണാം. റിഫായി ഷേഖ് റളിയല്ലാഹു അൻഹു എല്ലാ ദിവസവും രാത്രി എഴുന്നേറ്റിട്ട് 4 റക്അത്ത് നിസ്കരിക്കും. ആ 4 റക്അത്ത് നിസ്കാരത്തിൽ സ്പെഷ്യൽ നിസ്കാരം. ആ 4 റക്അത്ത് നിസ്കാരത്തിൽ റിഫായി ഷേഖ് റളിയല്ലാഹു അൻഹു 1000 ഖുൽ ഹുവല്ലാഹു ഓതുകയാണ് എല്ലാ രാത്രിയും. റിഫായി ഷേഖ് റളിയല്ലാഹു അൻഹു 1000 ഖുൽ ഹുവല്ലാഹു ഓതി നിസ്കരിക്കാത്ത ഒരു രാത്രിയില്ല. അപ്പോൾ ഒരു റക്അത്തിൽ എത്ര ഖുൽ ഹുവല്ലാഹു ഓതി? 4 റക്അത്തില് 1000 ആകണമെങ്കിൽ ഒരു റക്അത്തിൽ എത്രയാവും? നിങ്ങൾ പണ്ട് മുഫത്തിഷ് മദ്രസിൽ വന്നിട്ട് സ്കൂളിന്റെ 13ാമത്തെ ഫർള് ഏതാന്ന് വെച്ചു. ഇപ്പൊ 2 കുട്ടികൾ പറഞ്ഞു ഞങ്ങളിവിടെ പുഴയിലിറങ്ങി മുങ്ങലാണ്. അപ്പൊ പിന്നെ 13ഉം 14ഉം നോക്കേണ്ട കാര്യമില്ല. 250 ഖുൽ ഹുവല്ലാഹു ഓരോ റക്അത്തിൽ ഓതണ്ടേ? 4 റക്അത്തിൽ 1000 തീരണമെങ്കിൽ നിങ്ങൾ നോക്കും. ഞമ്മളൊക്കെ ഇപ്പോൾ ഒരു അൽ-ഫാത്തിഹ എന്ന് പറഞ്ഞങ്ങാണ്ട് 3 ഖുൽ ഹുവല്ലാഹു തന്നെ ഓതാൻ നമുക്ക് നേരമില്ല. ഉണ്ടോ? രാത്രി ഉറങ്ങാൻ വേണ്ടി കിടക്കുമ്പോൾ 3 ഖുൽ ഹുവല്ലാഹു ഓതണം എന്ന് പറഞ്ഞാൽ നമ്മൾ മര്യാദക്ക് ഓതലുണ്ടോ? റിഫായി ഷേഖ് റളിയല്ലാഹു അൻഹു, മുഹീദ്ദീൻ ഷേഖ് റളിയല്ലാഹു അൻഹു അവരൊക്കെ നാവ് എന്താണ്? അവർ എപ്പോഴും അല്ലാഹു അല്ലാ അല്ലാ, ഖുൽ ഹുവല്ലാ, സ്വല്ലല്ലാ, ലാ ഇലാഹ ഇല്ലല്ലാ, അസ്തഗ്ഫിറുല്ലാ, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ, ഇങ്ങനെ അല്ലാഹ് അല്ലാഹ് അല്ലാഹ്, ഇങ്ങനെയാണ് അവരുടെ നാവ്. അവരുടെ നാവ് എപ്പോഴും അല്ലാഹ് എന്ന ദിക്റിൽ ലയിച്ചു നിൽക്കുകയാണ്. ആ മഹാന്മാരെ നാവ് കൊണ്ടൊന്ന് ദുആ ചെയ്താൽ, ആ മഹാന്മാരെ നാവ് കൊണ്ടൊന്ന് പ്രാർത്ഥിച്ചാൽ, ആ മഹാന്മാരെ നാവ് കൊണ്ടൊരു വാക്ക് പറഞ്ഞാൽ അത് അപ്പോൾ തന്നെ ഫലിക്കുകയാണ്.
അതുകൊണ്ടാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ, മുഹൈദ്ദീൻ ശൈഖ് തങ്ങളിലും റിഫായി ശൈഖ് തങ്ങളുടെ ഒക്കെ കറാമത്തുകൾ എണ്ണുന്നിടത്ത് കാണാം, രണ്ട് ചെവിയും കേൾക്കാത്ത ആള്, രണ്ട് ചെവിയും കേൾക്കൂല, അങ്ങനത്തെ ആളാ. പക്ഷെ മുഹൈദ്ദീൻ ശൈഖ് തങ്ങളെടുത്തോ റിഫായി ശൈഖ് തങ്ങളെടുത്തോ ഓല് വന്നാൽ ഓരോട് മുഹൈദ്ദീൻ ശൈഖ് അസ്സലാമു അലൈക്കും, വഅലൈക്കും അസ്സലാം. മുഹൈദ്ദീൻ ശൈഖ് തങ്ങൾ റിഫായി ശൈഖ് തങ്ങളൊക്കെ രണ്ട് ചെവിയും കേൾക്കാത്ത ആളോട് ഓല് സംസാരിച്ച ബൽക്ക് കേൾക്കും. അതല്ലേ അതിശയം. രണ്ട് ചെവിയും കേൾക്കാത്ത ആൾക്കാരോട് ബാക്കിയുള്ള പോലെ സംസാരിച്ചാലോ ഓൽക്ക് കേൾക്കണില്ല, ഇവര് സംസാരിച്ചാലോ ഓൽക്ക് സുഖമായിട്ട് കേൾക്കും ചെയ്യും. അപ്പൊ എന്താ അതിന്റെ പ്രത്യേകത? എപ്പോഴും അവരെ നാവിങ്ങനെ അല്ലാ, ഖുൽ ഹുവല്ലാ, സ്വല്ലല്ലാ. നമ്മളിപ്പോ പെടതാ പല വണ്ടി, നിങ്ങൾ വിചാരിച്ചപ്പോ ആ വണ്ടിയൊക്കെ പുതിയാപ്പിളാര് വന്നതാണ് നിങ്ങള്. പല ക്യാൻസർ രോഗം, മറ്റു രോഗം, ആ രോഗം, ഈ രോഗം, വിഷമിക്കണ രോഗമായിട്ടുള്ള ആൾക്കാരാണ് ഈ വണ്ടിയിലൊക്കെ വന്നിക്കണത്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, എന്തേ ബഹുമാനപ്പെട്ട നൂറു സാദാത്ത്, ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ, ബായാർ തങ്ങളുപ്പാപ്പ അവിടെ നിന്ന് വന്നിട്ട് ബഹുമാനപ്പെട്ടവരെന്ന് ദുആ ചെയ്യുമ്പോൾ ആ ദുആ അല്ലാഹു സുബ്ഹാനഹു വ തആല കബൂൽ ചെയ്യുകയാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അതെന്തുകൊണ്ട്? അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് കൊടുത്തിരിക്കുന്ന ബഹുമതിയാണ്. ആ ബഹുമതി കിട്ടിയതെങ്ങനെ? അവർ എപ്പോഴും അവർക്ക് കുടുംബപരമായിട്ട് തന്നെ ആ പവറുണ്ട്. അഹ്ലു ബൈത്താണ്, അവർക്ക് ആ പവർ അല്ലാഹു തആല വെച്ചിട്ടുണ്ട്. ഔലിയാക്കൾക്ക് ആ പവർ അല്ലാഹു തആല വെച്ചിട്ടുണ്ട്. അതല്ലേ റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു ഇപ്പൊ ഇവിടെ വയല് പറയാം. ഈ സ്ഥലത്ത് ഇപ്പൊ ഇന്ന് വയല് പറയണത് റിഫായി ശൈഖ് തങ്ങളാണെന്ന് കരുതിക്കോളിങ്ങൾ. അങ്ങനെയാണെങ്കിൽ റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു ഒരു സ്ഥലത്ത് വയല് പറഞ്ഞാൽ ലോകത്ത് മുഴുവനും ആ വയല് വേണമെങ്കിൽ കേൾപ്പിക്കാൻ പറ്റും, എല്ലാ സ്ഥലത്തും. എന്ന് ഇന്നത്തെ മാതിരിയല്ല. ഇന്ന് കമ്പിയില്ലാത്ത കാലാണ് അന്ന്. ഇന്നിപ്പോ തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും അതിന്റെ ഒപ്പമുണ്ട് ബഹുമാനപ്പെട്ട AP ഉസ്താദും ഒക്കെ ഇരിക്കണം. പടച്ചോനെ, എന്താണ് ആ കാഴ്ച? അങ്ങനെ കണ്ടു നോക്കുമ്പോ അള്ളാഹു ഇസ്സത്ത് കൊടുക്കണം. അതല്ലേ അല്ലാഹു റബ്ബി. മഹാന്മാരായ വലിയ വലിയ ആളുകൾ, അവരെ കൂടെ അങ്ങനെ ഇരിക്കാനേ അതിന് പറ്റാവുന്നവരുമാണല്ലോ. ഷാർജ ഷെയ്ഖ് തിരുവനന്തപുരം സന്ദർശിക്കാണ്. മൂപ്പരെന്താണ്? മൂപ്പര് ഷാർജ സുൽത്താനാണ്, ഭരണാധികാരിയാ. ഷാർജ സുൽത്താനാണ്. ആ സുൽത്താൻ തിരുവനന്തപുരത്ത് വന്നപ്പം അതിൻ്റെ ഒപ്പം ഇരിക്കാൻ ഒരു മുസ്ലിമായ സുൽത്താനെ കിട്ടണം. ആകെ ഇന്ത്യ രാജ്യത്ത് തെരഞ്ഞിട്ട് കിട്ടിയത് ആരെയാണ്? സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദിനെ കിട്ടിയത്. രണ്ട് സുൽത്താൻമാരും ഇങ്ങനെ ഇരുന്നപ്പോൾ എങ്ങനെയുണ്ട്? അല്ല, അതിൽ നിങ്ങൾ അസൂയപ്പെട്ടിട്ട് കാര്യമല്ല, അത് ഓരോരുത്തർക്കും കൊടുക്കണതാണ്. അള്ളാഹു തആല ഖൈറ് കൊടുക്കുമാറാവും. വലിയ വലിയ മഹാന്മാരൊക്കെ രാജ്യത്ത് കഴിഞ്ഞു. ശംസുൽ ഉലമ EK ഉസ്താദിൻ്റെ അടുത്ത് ഞാൻ 4 കൊല്ലം ഓതിയ ആളാ. എത്ര വലിയ മഹാനായിരുന്നു. അള്ളാഹു ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. ബഹുമാനപ്പെട്ട ഇപ്പം ഞാൻ മിഞ്ഞാന്ന് മറ്റേ ഇവിടെ പോയി, നമ്മളെ നോളജ് സിറ്റി പോയി. അപ്പം ആ വയനാട്ടിലേക്ക് പോണ ചുരണ്ടല്ലോ, നിങ്ങളാരെങ്കിലും പോയി വെക്കണമെങ്കിൽ ആ ചുരത്തുമ്പോൾ കീഴ്പ്പെട്ട് നോക്കണം. അല്ലാഹു റബ്ബി. ആ നോളജ് സിറ്റിയിൽ 126 ഏക്കർ സ്ഥലത്ത് ലോ കോളേജ് ഇപ്പോൾ തുടങ്ങി, മെഡിക്കൽ കോളേജ് തുടങ്ങി, യുനാനി മെഡിക്കൽ കോളേജ് തുടങ്ങി. അല്ലാഹു റബ്ബി. ഇൻഷാ അല്ലാ മർക്കസിന്റെ 43ാം വാർഷിക സമ്മേളനം വരികയാണ്. അയൽ വെച്ചിട്ട് ആ വലിയ പള്ളിന്റെ ഉദ്ഘാടനം ഉണ്ടാവും. കഴിഞ്ഞ കൊല്ലം എന്നോട് ഒരാൾ ചോദിച്ചു, അല്ല എവിടെ പള്ളി ഉണ്ടാക്കണോ ചോദിച്ചു. ബാങ്ക് കൊടുക്കുമ്പോൾ പോകാറില്ല. ഇൻഷാ അല്ലാ ഭൂമിയിൽ തന്നെ അതിന്റെ ഉദ്ഘാടനം നടക്കും. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, അള്ളാഹു തആല ഓരോ ആളുകൾക്ക് കഴിവ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ അതിനൊന്നും നിസ്സാരാക്കാൻ നിൽക്കണ്ട. ഒരു നബിനെയും ഒരു വലിയനെയും ഒരു പണ്ഡിതനെയും ഒരു മഹാനെയും ഞമ്മക്ക് ഏതായാലും കഴിയൂലല്ലോ. എന്നാ പിന്നെ വെറുതെ നമ്മൾ ആക്ഷേപം പറഞ്ഞിട്ട് നമ്മൾ നരകത്തിലാകാൻ നിൽക്കരുത്. ഒക്കെ വലിയ വലിയ മഹാന്മാർക്ക് അള്ളാഹു കൊടുക്കണതാ. ബഹുമാനപ്പെട്ട റിഫായി ശൈഖ് തങ്ങൾ ഒരു സ്ഥലത്തുനിന്ന് വയല് പറഞ്ഞാൽ ഭൂമിയിൽ എവിടൊക്കെ കേൾപ്പിക്കണോ അവിടെയൊക്കെ കേൾപ്പിക്കാൻ വേണമെങ്കിൽ സാധിക്കും. അതാണ് മാലയിൽ ഓർമ്മപ്പെടുത്തിയത്. അല്ലാഹുടെ ഏകൽക്ക് ഉറുദി പറയുമ്പോൾ ആലത്തിലാകെയും കേൾപ്പിക്കും എന്നോവർ. അല്ലാഹുടെ ഏകൽക്ക് ഉറുദി പറയും. അള്ളാന്റെ ഓർഡർ പ്രകാരം അള്ളാന്റെ ദീനിന്റെ ഉപദേശം കൊടുക്കുന്ന സമയത്ത് ആലം ലോകം മുഴുവനും അത് കേൾക്കണം എന്ന് വിചാരിച്ചോ ലോകത്ത് മുഴുവനും കേൾപ്പിക്കാൻ കഴിയും.
അപ്പോഴൊക്കെ ഈ പുതിയ പ്രസ്ഥാനക്കാരിങ്ങനെ ജമ്മേ കൂരാട്ടെന്ന് പറഞ്ഞിട്ടേ വാണിയമ്പലത്തേക്ക് കേട്ട് പറഞ്ഞാൽ പിന്നെയും തിരക്കിടില്ല. അതാണ് മലപ്പുറത്തേക്ക് കേട്ട് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ നിങ്ങൾ ഇപ്പോഴും വിശ്വസിച്ച് തന്നെ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ പിന്നാലെ സൈക്കിൾ എടുത്ത് കൂടി. അപ്പം നമ്മളെ നാട്ടിലുണ്ടാവും കുറച്ച് ആൾക്കാർ, അത് ശരിയാട്ടോ പടച്ചോനെ അങ്ങനത്തെ പോലെ ചെറുന്ന് ഞങ്ങളെ കാക്കണേ അല്ല. ഈ എല്ലാം ശരി വെക്കണ ഒരു കൂട്ടനുണ്ടല്ലോ, ഓരാണ് ഭയങ്കര വിഷം. അൽ ഹലാല് പയ്യനും പോലെ ഹറാമ് പയ്യനും എന്ന് പറഞ്ഞു ഏത് കേട്ടാലും അത് ശരിയാ, ഏത് ശരിയാ നീങ്ങായി, അതാണ് ശരി വെക്കലാ. റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു ഒരു സ്ഥലത്ത് നിന്ന് വഅദ് പറഞ്ഞാൽ ലോകത്ത് മുഴുവനും കേൾക്കും. എന്തേ സംശയം? എന്നാ പിന്നെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. നമ്മളെ ഈ കൂരാട്ടെന്ന് ഈ കൊല്ലം ആൾക്കാർ അജിന് പോകും, നിലമ്പൂരിന്ന് പോകും, പൂക്കോട്ടുപാടത്തുനിന്ന് പോകും. ഈ പോണോലെ പറ്റി നമ്മളെന്താ പറയല്? ഇബ്രാഹിം നബിന്റെ വിളി കേൾക്കാം മോനാണ് ഭാഗ്യം കിട്ടിയത് കൊല്ലെന്നോ ആണോ അല്ലേ? എപ്പോഴേ മൂപ്പര് വിളിച്ചേ? എവിടുന്നേ വിളിച്ചേ? എവിടേക്കൊക്കെ കേട്ട്? ഒരുത്തൂടിന്ന് വിളിച്ചിട്ട് എല്ലായിടത്തേക്കും കേക്ക്, അതല്ല ഇപ്പൊ നമുക്ക് കിട്ടേണ്ടത്. എന്നാലേ ഇബ്രാഹിം നബി അലൈഹിസ്സലാം കഅബ ശരീഫിന്റെ പണി പൂർത്തിയാക്കി. മകൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാം സഹായിച്ചു. അപ്പോൾ ആവശ്യമായിരിക്കുന്ന ഓർഡറുമായിട്ട് നമ്മളെ ഭാഷയിൽ പറഞ്ഞ എഞ്ചിനീയറായിട്ട് ആരുണ്ടായി? ജിബ്രീൽ അലൈഹിസ്സലാം കൂടെ നിന്നു. ജിബ്രീൽ അലൈഹിസ്സലാം ഇങ്ങനെ അപ്പോൾ ആവശ്യമായ നിർദ്ദേശം അള്ളാന്റെ ഭാഗത്ത് നിന്ന് കിട്ടുന്നത്. ഇസ്മായിൽ നബി വാപ്പാനെ സഹായിച്ചു കൊടുക്കുക, വാപ്പ കഅബത്തിന്റെ പണി പൂർത്തീകരിക്കുക. എല്ലാ പണിയും പൂർത്തീകരിച്ച് കഴിഞ്ഞപ്പോൾ കഅബത്തിന്റെ നിർമ്മാണം പൂർണ്ണമായും അള്ളാഹു ഉദ്ദേശിച്ചതുപോലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയപ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അത് ലോകത്തിന് അള്ളാഹിന്റെ മുമ്പിൽ സമർപ്പിച്ചു. ആ സമർപ്പണം കഴിഞ്ഞിട്ട് അള്ളാഹുവിനോട് രണ്ട് കൈയും ഉയർത്തിയിട്ട് ഇബ്രാഹിം നബി ദുആർക്കാണ്, റബ്ബനാ തഖബ്ബൽ മിന്നാ, പടച്ചോനെ ഞാനും എൻ്റെ മകനും ചേർന്നിട്ട് നിന്റെ കഅബ ശരീഫ് ഞങ്ങളെ കൊണ്ട് കഴിയുന്ന രൂപത്തിൽ പൂർത്തിയാക്കിയിട്ടുണ്ട്, നീ സ്വീകരിക്കണേ അല്ലാഹ്. ഇബ്രാഹിം നബി ദുആർക്കാണ്. അപ്പൊ മകൻ ആമീൻ. അതാണ് നമ്മൾ ആ കഅബത്തിങ്ങൾക്ക് തിരിഞ്ഞ് നിസ്കരിച്ചാൽ നിസ്കാരം കഴിഞ്ഞിട്ട് നമ്മൾ റബ്ബനാന്ന് ദുആർക്കണത്. കണ്ടില്ല നിങ്ങള്? കഅബ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഇബ്രാഹിം നബി ദുആർന്നിക്കണമെങ്കിൽ കഅബത്തിന്റെ അടുത്ത് നിസ്കരിച്ച് ഞമ്മക്ക് ദുആർക്കാൻ വേറെ തെളിവ് കിട്ടിയിട്ട് വേണം ആണോ? കഅബ ശരീഫന്നെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടാണ് ആര് ദുആർക്കണത്? ഇബ്രാഹിം നബി ദുആർക്കണത്. റബ്ബനാ തഖബ്ബൽ മിന്നാ, പടച്ചോനെ എന്ന് ദുആർക്കാൻ. എന്താണ് നമ്മളെ പള്ളിക്കാരെ വലിയ പള്ളിക്കാരെ മൂല്യാർ ദ്വാരക്കണത്? എന്താ? റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന. റബ്ബനാ, ഞങ്ങളെ എല്ലാരെയും പടച്ചോനെ. ആർക്കൊക്കെയാണ് നമ്മളെ ദ്വാ? നമ്മളെ ദ്വാ മനുഷ്യന്മാർക്കും മൃഗങ്ങൾക്കും പക്ഷികൾക്കും പറവുകൾക്കും കടലിലും കരയിലുമുള്ള എല്ലാ ജീവികൾക്കും എല്ലാവർക്കുമാണ് നമ്മളെ ദ്വാ. റബ്ബനാ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും തരണേന്നാണ് നമ്മളെ ദ്വാ. അതിങ്ങനെ ദ്വാരക്കുമ്പോൾ ഒരു ചങ്ങായി അവിടുന്ന് നീച്ചു പോയിങ്ങാണ്ട് ഒരു മൂലക്ക ഒറ്റക്ക കുത്തുന്നുകാണ്ട് പറഞ്ഞ പടച്ചോനെ എനിക്കും പെണ്ണുങ്ങൾക്കും എനിക്കും ഞാനും പെണ്ണുങ്ങളും ഞാനും പെണ്ണുങ്ങളും ഓനും പെണ്ണുങ്ങളും മാത്രം. മന്ദബുദ്ധിന്റെ താഴെ എന്ന് പറഞ്ഞ കൂട്ടരാണ് പേര്. അള്ളാഹു ഓലെ ഷെറിന്ന് നമ്മളെ കാക്കട്ടെ. ഓല് നന്നാവും എന്ന് വിചാരിച്ചിങ്ങാണ്ടല്ല ഇപ്പം ഞാൻ അത് പറഞ്ഞത്. നമ്മൾ ഓരോ ഷെറ് കുടുങ്ങാതൊക്കാൻ പറയാം. ഓല് മന്ദബുദ്ധിക്കും താഴെ. നമ്മളെ മജ്മഅ ഉണ്ടല്ലോ നിലമ്പൂരത്തെ, 2000 കുട്ടികൾ പഠിക്കുന്നുണ്ട്. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒക്കെ പഠിക്കാൻ സൗകര്യമുണ്ടല്ലോ. അതാ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ KG ക്ലാസ്സിൽ ചേർത്തിട്ട് പഠിക്കാം, മലയാളം മീഡിയത്തിൽ 8ാം ക്ലാസ്സിൽ പഠിക്കാം, ദഅവ കോളേജിൽ പഠിക്കാം. അങ്ങനെ 2 വിദ്യാഭ്യാസം ഒരുമിച്ച് കൊടുക്കണം. നമ്മളെ മജ്മഅയിൽ 2000 കുട്ടികൾ പഠിക്കുന്നുണ്ട്. ഒരു ദിവസം ഒരു വാപ്പഞ്ചേരത്ത് വന്നിട്ട് പറഞ്ഞു, ഉസ്താദെ നിയമവും വകുപ്പൊന്നും ഇങ്ങോട്ട് പറയണ്ട, ഇത് നമ്മളെ ചേർക്കാനാണ്, ഓനവിടെ ചേർക്കണം എന്നാണ്. അപ്പം ഞാൻ ചോദിച്ചു, എന്താ ഇപ്പം ഇതൊരു മുൻകൂർ ജാമ്യം എടുക്കൽ, ഓനക്കെന്താ കുഴപ്പമെന്ന് വെച്ചു. ഓന് ചെറിയൊരു ബുദ്ധി ഉണ്ടെങ്കിൽ മന്ദബുദ്ധി എന്ന് പറയാം, അതും ഇല്ല കേട്ടോ. അല്ലാ, ഓനെയാണെങ്കിൽ ഇവിടെ ചേർക്കും വേണം, ഒന്നും പറയാനും പാടില്ല. അപ്പം നമ്മളിപ്പോൾ ഇങ്ങനെ നിൽക്കണതല്ലേ, അത് വിചാരിച്ചിട്ട് ഞാൻ മൂപ്പരോട് പറഞ്ഞെന്നാൽ ഒരു കാര്യം ചെയ്യും, ഓനെയാണ് കൂടി കൊണ്ടായിക്കോളൂ, നിങ്ങൾ ഇവിടെ ചേർന്നോളി അറിഞ്ഞ. നമ്മൾ തെറ്റിപ്പോകാൻ പാടില്ലല്ലോ. അപ്പം ഇയാൾ പറഞ്ഞപ്പോഴാണ് എനിക്ക് ഓർമ്മയായത്, മന്ദബുദ്ധിൻ്റെ താഴെയാണ് ഈ വഹാബി മുജാഹിദ് എന്നൊക്കെ പറഞ്ഞേക്കണത്. മന്ദബുദ്ധിൻ്റെ താഴെയാണ്.
അതുകൊണ്ട് ഓര് നന്നാവൂ എന്നുള്ള വിചാരം ഞമ്മക്കില്ല. പിന്നെ ഓരോ ഷെറ് ഞമ്മക്ക് ഏൽക്കാതെ നിങ്ങൾ റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന. ലോകത്തുള്ള മുഴുവൻ ജീവജാലങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ദ്വാരക്കുന്നത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ മുമ്പ് പണ്ട് ആദം നബി അലൈഹി സ്വലാം ദ്വാർന്നു റബ്ബനാ വലംനാ. ആദം നബി ദ്വാർന്നപ്പോൾ ഹവ്വാ ബിബി റളിയല്ലാഹു അൻഹ ആമീൻ. മൂസാ നബി അലൈഹി സ്വലാം ദ്വാർന്നപ്പോൾ ഹാറൂൻ നബി അലൈഹി സ്വലാം ആമീൻ. ഇബ്രാഹിം നബി അലൈഹി സ്വലാം ദ്വാർന്നപ്പോൾ ഇസ്മായിൽ നബി അലൈഹി സ്വലാം ആമീൻ. അതാണ് നമ്മളും ആ പാരമ്പര്യത്തിൽ ഇമാമു ദ്വാരക്ക നമ്മളൊക്കെ ആമീൻ പറയാം. ഞാൻ പറഞ്ഞു വന്നത്, ഇബ്രാഹിം നബി അലൈഹി സ്വലാം കഅബത്തിന്റെ പണി പൂർത്തിയാക്കിയിട്ട് അള്ളാഹിന്റെ മുമ്പിൽ കഅബം സമർപ്പിച്ചു. ആ സമർപ്പിച്ചുകൊണ്ട് ഇബ്രാഹിം നബി അള്ളാഹിനോട് ദ്വാരക്കാണ് റബ്ബനാ തഖബ്ബൽ മിന്നാ. ആ ദുആക്കാൻ കഴിഞ്ഞപ്പം അല്ലാഹു തആല ഇബ്രാഹിം നബിനെ വിളിച്ചു. ഓ ഇബ്രാഹിമേ, കഅബ ശരീഫിന്റെ പണി പൂർത്തിയാക്കിയല്ലോ, ഇനി ഈ കഅബത്തിലേക്ക് ലോകത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും മുഅ്മിനീങ്ങൾ വരണം. എല്ലാ ഭാഗത്തു നിന്നും മുഅ്മിനീങ്ങൾ വരണം. അതുകൊണ്ട് ലോകത്തിന്റെ എല്ലാ ഭാഗത്തേക്കും നിങ്ങൾ വിളിച്ചു പറയണം. ഇബ്രാഹിം നബി അലൈഹി സ്വലാം ജബൽ അബി ഖുബൈസിന്റെ മുകളിൽ കയറിയിട്ട് അള്ളാഹിനോട് വിളിച്ചു, ജനങ്ങളോട് വിളിച്ചു പറഞ്ഞു, അയ്യുഹന്നാസ്. ജബൽ അബി ഖുബൈസിന്റെ മുകളിൽ അല്ലെങ്കിൽ ഇബ്രാഹിം മക്കാമിന്റെ മുകളിൽ കയറിയിട്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാം വിളിച്ചു, അയ്യുഹന്നാസ്, മാന്യ മഹാജനങ്ങളെ, ഇന്നല്ലാഹ ഖദ് ഫറള അലൈക്കുമുൽ ഹജ്ജ ഫഹജ്ജു. അല്ലാഹു തആല ഹജ്ജ് നിർബന്ധമാക്കിയിരിക്കുന്നു. ഹജ്ജിന് വരുവീൻ, ഹജ്ജിന് വരുവീൻ, ഹജ്ജിന് വരുവീൻ. ഇബ്രാഹിം നബി അലൈഹി സ്വലാം 4 ഭാഗത്തേക്കും വിളിച്ചു. എവിടുന്നേ വിളിച്ചത്? കഅബ ശരീഫിന്റെ അടുത്ത്. കേട്ടത് എവിടെ? കൂരാട്ട്. കേട്ടത് എവിടെ? കൂറ്റമ്പാറ. കേട്ടത് എവിടെ? അമേരിക്കയില്. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ വിളി കേൾക്കാത്ത ഒരു ദുനിയാവുണ്ടോ? ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ വിളി റൂഹുകളൊക്കെ എവിടെ കേട്ടത്? വാപ്പാന്റെ മുതുകിൽ കേട്ടു, ഉമ്മാന്റെ ഗർഭാശയത്തിൽ കേട്ടു. മാത്രമല്ല ഇപ്പോഴും കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇക്കൊല്ലം ആൾക്കാർ ഹജ്ജിന് പോകുന്നുണ്ട് ഇബ്രാഹിം നബിന്റെ വിളി കേട്ടുകാണ്. അപ്പൊ ഇബ്രാഹിം നബി അലൈഹി സ്വലാമാകുന്ന വാപ്പാന്റെ വിളി ഇത്രയധികം ലോകത്തേക്ക് കേട്ടുവെങ്കിൽ ആ വാപ്പാന്റെ പരമ്പരയിൽ ജനിച്ചിരിക്കുന്ന ഔലിയാക്കളുടെ നേതാവ് റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു അവരുടെ വാക്ക് ലോകത്ത് മുഴുവനും കേൾക്കുന്നതിൽ സംശയമില്ല. അതുകൊണ്ടാണ് മാല മുഴുവൻ പാടണമെന്ന് പറഞ്ഞത്. അല്ലാഹുടെ ഏകൽക്ക് ഉറുദി പറയുമ്പോൾ ആലത്തില്ലാകെയും കേൾക്കും അതെന്നോവർ. എന്തേ? ഹജ്ജാൽ ഖലീലുള്ളാഹ് തങ്ങൾ വിളി പോലെ ഹുക്മാലുടയവൻ കേൾപ്പിക്കും എന്നോവർ. അതിനെ മുറിവോദണം. മുറിവൈദ്യൻ ആളെ കൊല്ലുന്ന് പറഞ്ഞ് ചേർന്നാ പറ്റൂല. ഹജ്ജാൽ ഖലീലുള്ളാഹ് തങ്ങൾ വിളി പോലെ ഹുക്മാലുടയവൻ കേൾപ്പിക്കും എന്നോവർ. ഇബ്രാഹിം നബി വിളിച്ചിട്ട് ലോകം മുഴുവനും കേട്ടോ. അത് മുഅ്ജിസത്താണ്, അള്ളാഹ് കൊടുത്ത പ്രത്യേകത. എന്ന കറാമത്ത് കൊണ്ട് അതേ. അപ്പോ അള്ളാഹുവിന്റെ ഔലിയാക്കളും അമ്പിയാക്കളും മുസ്ലിം ലോകത്തിന്റെ മാതൃകയിലെ അതിപ്രധാനമാണ്. ആ മഹാന്മാരായ ആളുകളെ ജീവിത ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ അത്ഭുതങ്ങൾ കാണാം. മുതലായ റമളാനിൽ മുലകൂടിക്കും കാലം 30 നാളിലും മുലനെ തൊടാത്തോവർ. മൊഹീദ്ദീൻ ശൈഖ് തങ്ങൾ കുട്ടിയാകുമ്പോൾ മുലപ്പാല് കുടിക്കണ കാലത്ത് അന്ന് തന്നെ റമളാന്റെ നോമ്പ. ബീവി ഉമ്മുൽ ഖൈർ റളിയല്ലാഹു അൻഹാ മൊഹീദ്ദീൻ ശൈഖ് തങ്ങളെ പ്രസവിച്ചിട്ട് ആ പ്രസവിച്ചിരിക്കുന്ന കുട്ടി 30 ദിവസവും പകൽ സമയത്ത് മുലപ്പാല് കുടിച്ചിട്ടില്ല. ആ കാലത്ത് മാസപ്പിറവിയുടെ കാര്യത്തിൽ തർക്കം വന്നു. ഇത് റമളാനാണോ അല്ലേ? മേഘം മൂടിയിട്ടും മറ്റും മാസം കാണാതിരുന്നാല് കണക്കൂട്ടി ഉറപ്പിക്കാൻ പറ്റൂല ഇസ്ലാമില്. ഇപ്പൊ കുറച്ച് ആൾക്കാർ അങ്ങനെ ഉണ്ടല്ലോ, കണക്ക് നോക്കിയിട്ട് ഉറപ്പിക്കൽ. അല്ല കോളായി കണക്ക് നോക്കാതെ. ഏതോ ഒരു കമ്മിറ്റി ഉണ്ടായില്ല, എന്ത് കമ്മിറ്റി? ഹിലാൽ കമ്മിറ്റി. അല്ലാഹു റബ്ബി, ലോകത്ത് ആ ഹിലാൽ കമ്മിറ്റി അല്ലാത്ത ഒരു കമ്മിറ്റിയും കണക്ക് കൂട്ടിയിട്ട് മാസം നോക്കണതിനെ പറ്റി ലോകത്തൊരാൾ പറഞ്ഞിട്ടില്ല. ഒരു രാജ്യത്തും അങ്ങനോട്ടില്ല. ലോകത്തെവിടെയില്ല. കണക്ക് നോക്കിയിട്ട്. കണക്ക് എന്ന് പറഞ്ഞാൽ സുമാറാണ്. പണ്ട് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധം ഉണ്ടായി.
യുദ്ധത്തിൽ അതിർത്തിയിൽ കുറേ ആൾ മരിച്ചു. അവരുടെ ഡെഡ് ബോഡിയൊക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കണക്കെടുക്കാൻ വേണ്ടി പോയി ഉദ്യോഗസ്ഥന്മാർ. പോയി കണക്കെടുക്കാൻ വേണ്ടി നോക്കുമ്പോൾ ഈ മയ്യത്ത് ഇങ്ങനെ തൊട്ട് നോക്കുമ്പോൾ അത് മരിച്ചിക്കണം. രണ്ടാമത്തേനെ ഇങ്ങനെ ഇളക്കി നോക്കുമ്പോൾ അത് മരിച്ചിക്കണം. മൂന്നാമത്തേനെ ഇങ്ങനെ ഇളക്കി നോക്കുമ്പോൾ ചെറിയൊരു ജീവൻ ഇങ്ങനെ ഉണ്ട്. നമ്മളെന്തായാലും പറയാം കുറജീവനാണ്, ഒരു ജീവൻ ഇങ്ങനെ ഉണ്ട്. അപ്പോൾ ഇവർ രണ്ടാളും ഇങ്ങനെ മുഖത്തേക്ക് നോക്കി കണക്കെടുക്കണമല്ലോ, ഇയാളപ്പം നമ്മൾ എന്താ കാട്ടണമെന്ന് വെച്ചു. അപ്പോൾ ഒരു ചങ്ങായി പറഞ്ഞു നമ്മൾ അതിലാണ്ടൊക്കെ പോവുക. അപ്പാത്തിനെ കയ്യിലൊക്കെ പോയി വരുമ്പോഴത്തേന് ഇത് മരിച്ചു വയ്ക്കാറ്, അതുകൊണ്ട് മരിച്ചു എന്നുള്ളിൽ എഴുതി അപ്പം അങ്ങനെ ഓനയിലെഴുതി. ഇങ്ങനെ കണക്കെടുത്ത് വന്ന് നോക്കുമ്പോൾ ഒരു 100-300 ആളെ കണക്കെടുത്തപ്പോൾ ഈ സൈസ് ഉണ്ട് ഒരു 10-12 എണ്ണം. ഇവർ സുമാറ് എഴുതിയത്. ഇവർ കണക്ക് ഗവൺമെൻറ്റിന് കൊടുത്ത് ഡെഡ് ബോഡി കൊണ്ടുപോകാൻ വേണ്ടി വണ്ടി വന്ന് ഈ മയ്യത്തെടുത്തുങ്ങാണ്ട് ആംബുലൻസിക്ക് വെച്ച് മറ്റത് കൊടുത്ത് വെച്ച്. മൂന്നാമത്തേന് എടുത്ത് വെക്കുമ്പോൾ മൂപ്പര് ചോദിച്ചു അല്ല ഞങ്ങളൊക്കെ എവിടുക്കാൻ കൊണ്ടുപോകണമെന്ന് ചോദിച്ചു. നിങ്ങളൊക്കെ മറവ് ചെയ്യാൻ കൊണ്ടുപോകാണ്. അപ്പം ഇവൻ ചോദിച്ചു ചങ്ങായിയെ മറ ചെയ്യുകയാണെങ്കിൽ മരിച്ചണ്ടേ? ഇജ്ജ് മരിച്ചിട്ടില്ല. ഞാനല്ല എന്നോട് ഈ വർത്താനം പറഞ്ഞത്, ഇജ്ജ് മുണ്ടാതൊക്കെ ഞാൻ കണക്ക് നോക്കട്ടെ, ബുക്ക് മറിച്ചിട്ടുണ്ട്, ഇജ്ജ് മരിച്ചിട്ടോ. അതെ, ഇതാണ് ഹിലാൽ കമ്മിറ്റിയുടെ കമ്മിറ്റി. കാപ്പാട് കടപ്പുറത്ത് മാസം ഇങ്ങനെ മേപ്പെട്ട് നോക്കിക്ക, ഓല് കീപ്പെട്ട് നോക്കിയിട്ട് മാസം കാണൂല, കണക്ക് പ്രകാരം കാണൂല. ഇതാ ഞാൻ പറഞ്ഞത്, ഇവർ മന്ദബുദ്ധിക്ക് താഴെയാണ്. ഓല് നന്നാകും എന്ന് വിചാരിച്ചാണ് നമ്മൾ നേരം കളയണ്ട. നമ്മളെ മക്കളൊന്നും അള്ളാഹു തആല അതിൽ കൊടുക്കാതെ കണ്ട. അത് ആൺകുട്ടികൾ ഇങ്ങോട്ട് കെട്ടാണെങ്കിൽ അല്ല പെൺകുട്ടികൾ അങ്ങോട്ട് കെട്ടിച്ചാണെങ്കിലും പാടില്ല. ഇത്രയും മന്ദബുദ്ധി ആയ സ്ഥലത്തേക്ക് കെട്ടിച്ചത് ഒന്ന് ആലോചിക്കണം. അതുകൊണ്ട് മുത്തു മുഅ്മിനുകളെ, നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണമല്ലോ. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് ത്യാഗം ചെയ്ത് ഏൽപ്പിച്ചു തന്നിരിക്കുന്ന പരിശുദ്ധ ദീനിന്റെ വിശ്വാസികളാണ് നമ്മൾ. ഈ കാലത്ത് നിങ്ങൾ നല്ല പോലെ നോക്കിക്കോ, നമ്മുടെ വീടുകളിലൊക്കെ നേരത്തെ കുത്തുബിയത്തും അതുപോലെ തന്നെ റാത്തീബും അതേപോലെ തന്നെ ഹദ്ദാദും ഇതുപോലത്തെ ദിക്റുകളൊക്കെ നമ്മുടെ നാട്ടിൽ നല്ല പോലെ നടന്നിരുന്നു, വീടുകളിൽ നടന്നിരുന്നു. വീടുകളിലും നാടുകളിലുമൊക്കെ നടന്നിരുന്ന കുത്തുബിയത്തും റാത്തീബും ഹദ്ദാദും അതേപോലെ തന്നെ ശൈഖുനാ സുൽത്താനുൽ ഉലമ ഓർമ്മപ്പെടുത്തിയതുപോലെ ഹിസ്ബുൻ നസ്റും ഹിസ്ബുൽ ബഹറും കഞ്ചുൽ അർഷും ഒക്കെ അടക്കമുള്ള 313 വക ഏട് നമ്മളെ വീട്ടിലൊക്കെ കാണാം. അത് വീട്ടിലുണ്ടായതുകൊണ്ട് നമുക്ക് ഗുണം കിട്ടുമോ? മെഡിക്കൽ ഷാപ്പിൽ നിന്ന് മരുന്ന് വാങ്ങിയിട്ട് ജനൽമേൽ ഇങ്ങനെ ഭരിക്കു വെച്ചാൽ സൊക്കേട് മാറും. കുട്ടിയൊക്കെ കുടിച്ചാളുള്ള മരുന്നും ഉമ്മാക്ക് കുടിച്ചാളുള്ള മരുന്നും ഒക്കെ ജനൽമേലുണ്ട്. കുടിച്ചു നോക്കിയെങ്കിലല്ലേ മാറുള്ളൂ. എന്ന മാതിരി ദിക്റിന്റെ കിതാബൊക്കെ ഇങ്ങനെ വാങ്ങി വെച്ചിട്ട് ചെല്ലി നോക്കണ്ടേ? ഓ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, ഇന്ന് നമ്മൾ താമസിക്കുന്ന രാജ്യത്ത് പല വിധത്തിലുള്ള കലാപങ്ങളും രാജ്യം ഭരിക്കുന്ന ഗവൺമെന്റ് തന്നെ മുസ്ലിമീങ്ങളായ ആളുകളെ വേർതിരിച്ച് നിർത്തിയിട്ട് നിങ്ങൾ അവരെ ആക്രമിച്ചോ എന്ന് പറഞ്ഞു കൊടുക്കുന്ന തരത്തിലാണ്. മുസ്ലിമീങ്ങളെ, നമ്മളൊന്ന് നല്ല പോലെ ഉണരണം, നല്ല പോലെ ഉണരണം. ഉണർന്നുകൊണ്ട് ആയുധം കയ്യിലെടുക്കണം എന്നല്ല മുസ്ലിമീങ്ങളോട് ഓർമ്മപ്പെടുന്നത്. പക്ഷേ നമ്മൾ നമുക്കുള്ള സംരക്ഷണത്തെ പറ്റി ഓർക്കണം. എന്താണ് ഇപ്പൊ ഈ ഭേദഗതി നിയമം എന്ന് പറഞ്ഞത്? എന്താ നിങ്ങൾക്ക് മനസ്സിലായോ? ഏതൊരു രാജ്യത്തും ഏതൊരു രാഷ്ട്രത്തിലും മറ്റു രാഷ്ട്രത്തിൽ നിന്ന് ഇങ്ങോട്ട് കുടിയേറി പാർത്തവരുമുണ്ട്, അഭയാർത്ഥികളായി വന്നവരും ഉണ്ട്. എന്താ ഇത് രണ്ടും തമ്മിൽ വ്യത്യാസം? അഭയാർത്ഥികൾ എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്ത് പീഡനം അനുഭവിച്ചപ്പോ സഹിക്കാൻ വയ്യാതായപ്പോ അവിടുന്ന് ഉള്ളതൊക്കെ ഇട്ടുകൊണ്ട് ഓടി രക്ഷപ്പെട്ട ആളുകൾക്കാണ് അഭയാർത്ഥികൾ എന്ന് പറയാം. അങ്ങനെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റേ രാജ്യത്തേക്ക് അഭയാർത്ഥികളായി വന്നവരുണ്ട്. മറ്റൊന്ന് കുടിയേറ്റക്കാരാണ്. ഒരു രാജ്യത്ത് നിന്ന് മറ്റേ രാജ്യത്തേക്ക് വരേണ്ട നിയമം പാലിക്കാതെ വന്ന ആൾക്കാർ. നമ്മളെ സൗദിക്കൊക്കെ പണ്ട് നമ്മളെ നാട്ടിൽ നിന്ന് പോയിനി. എങ്ങനെ? അവിടെ അറബികൾ 10 വിസയാണ് കൊടുത്തത്. പക്ഷെ അത് നമ്മളെ മലയാളി വാങ്ങിയിട്ട് ഒരു കുത്തും കൂടി ഇട്ടുകാണ് 100 ആക്കി. 90 ആളും അവിടെ എത്തിയത് രേഖ ശരിയില്ലാതെയാണ്. അതിന് ബോംബെയിൽ ചവിട്ടിക്കയറ്റാന്നാ പറയാ. ഇതാ ഇരിക്കണ കുറെ എണ്ണം പോയി വന്നൂര് ഒക്കെ ഇങ്ങനെ നോക്കണുണ്ടെങ്കിൽ ഓരോരുത്തരടുത്ത് 3-4 പാസ്പോർട്ട്. അന്ന് ഇതൊക്കെ പാത്തുനാത്താനോട് ചോദിച്ചു എവിടേക്കെ മകൻ പോയി ചോദിച്ചു. 9 വിസക്ക് പോയിക്കണ. ആ പോക്ക് പോയതിന് പണ്ട്. ഇങ്ങനെ രേഖയില്ലാതെ ഒരു രാജ്യത്തേക്ക് പോകാനുള്ള യഥാർത്ഥ രേഖകളില്ലാതെ അവിടെ പോയി കൂടുക, അതാണ് കുടിയേറ്റക്കാർ. മറ്റേതേതാ? അഭയാർത്ഥികളാണ്. ഈ 2 വിഭാഗം എല്ലാ നാട്ടിലും ഉണ്ടാകും. എന്നാൽ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇന്ത്യ രാജ്യത്തേക്ക് അഭയാർത്ഥികളായി വന്ന
ആളുകളും കുടിയേറ്റക്കാരായി വന്നവരും വിവിധ രാജ്യങ്ങളിൽ നിന്ന് വന്നിട്ടുണ്ട്. ആ വന്ന കൂട്ടത്തിൽ ഹിന്ദുക്കളുണ്ട്, മുസ്ലിങ്ങളുണ്ട്, മറ്റു പല മതക്കാരുമുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്, പല മതക്കാരുണ്ട്. ആ വന്ന കൂട്ടത്തിൽ ഓരോ രാജ്യത്തു നിന്നും വന്ന കൂട്ടത്തിൽ പലരുമുണ്ട്. അസാം പ്രദേശം എന്ന് പറയുന്ന സംസ്ഥാനം അതിർത്തി പ്രദേശമാണ്. പല രാജ്യത്തും കയറി വന്നവരവിടെ ഉണ്ടായിട്ടും അവിടെ റെക്കോർഡുകളൊക്കെ ശരിപ്പെടുത്തിയിട്ട് വന്നപ്പോൾ 19 ലക്ഷം ആളുകൾ റെക്കോർഡിൽ നിന്ന് പുറത്തായി. അപ്പൊ നേപ്പാളിൽ നിന്ന് വന്നവര് ഹിന്ദുക്കളാണ്, ഓല് പുറത്തായി. പാകിസ്ഥാനിൽ നിന്ന് വന്നവര് മുസ്ലിമീങ്ങളാ, ഓല് പുറത്തായി. അങ്ങനെയാണ് നോക്കുമ്പോൾ 19 ലക്ഷം ആളുകൾക്ക് രേഖയില്ല, അവർക്ക് നാടില്ലാതായി. ആ സമയത്ത് അതിൽ നോക്കണം, ഈ 19 ലക്ഷത്തിൽ 6 ലക്ഷത്തിന്റെയും 8 ലക്ഷത്തിന്റെയും ഇടയ്ക്ക് മുസ്ലിമീങ്ങളാണ്, ബാക്കിയുള്ളവരൊക്കെ മറ്റു മതക്കാരാണ്. ഇപ്പൊ നമ്മുടെ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും കൂടി ചെയ്തിരിക്കുന്ന ബില്ല് എന്താ നിങ്ങൾക്ക് മനസ്സിലായോ? എന്താ അവർ ചെയ്തിരിക്കുന്നത്? ഈ 19 ലക്ഷം ആളുകളിൽ നിന്ന് മുസ്ലിമീങ്ങളായ 8 ലക്ഷം ആളുകൾക്ക് അംഗീകാരമില്ല, ബാക്കിയുള്ള 12 ലക്ഷം ആളുകളെ മാത്രം അംഗീകരിച്ചാൽ മതി. ഇതാണ് പ്രശ്നം. മുസ്ലിമീങ്ങളെ വേർതിരിച്ചു. അഭയാർത്ഥികളോ കുടിയേറ്റക്കാരോ ആയി മറ്റു ഇന്ത്യ രാജ്യത്ത് താമസിക്കുന്ന കൂട്ടത്തിൽ 19 ലക്ഷം ആളുകൾ പുറത്തായപ്പോൾ 6 ലക്ഷം ആളുകൾ മുസ്ലിമീങ്ങളാണ്, അവർക്ക് രേഖ കൊടുക്കാൻ പറ്റൂല, ബാക്കിയുള്ളവർക്കൊക്കെ രേഖ റെഡിയാണ്. ആ വന്ന ആൾക്കാരോ സുബ്ഹാനല്ലാഹ് പാകിസ്ഥാനിൽ നിന്നും ശ്രീലങ്കയിൽ നിന്നും അഫ്ഗാനിസ്ഥാനിൽ നിന്നും വന്ന മുസ്ലിമീങ്ങൾക്ക് മാത്രം രേഖ കൊടുക്കൂല. ഇതാണ് ഇപ്പോഴത്തെ പുതിയ നിയമം. അതിനെതിരാണ് സമരം നടക്കണ ഒന്ന്. രണ്ടാമത്തത് ഏതവിടെ നിയമം എന്നറിയെങ്കിൽ നമ്മൾ നല്ല പോലെ മനസ്സിലാക്കണം എന്താണ് ഇവിടെ സംഭവിക്കാൻ പോണത്. മുസ്ലിമീങ്ങളായ ഞമ്മക്ക്, നമ്മൾ പെറ്റ് വളർന്ന, നമ്മൾ ജനിച്ച രാജ്യം, നമുക്ക് ജീവിക്കാനുള്ള രാജ്യം, നമുക്ക് മറവിട്ട് കിടക്കാനുള്ള രാജ്യം, നമ്മളെ മക്കൾക്കും മക്കളെ മക്കൾക്കും ഇനി താമസിക്കാനുള്ള രാജ്യം, അതാണ് നമ്മളെ ഇന്ത്യ. ഈ രാജ്യത്ത് ഞമ്മക്ക് താമസിക്കാൻ പറ്റാത്ത അവസ്ഥ വരുത്തി തീർക്കുകയാണ്. എന്താ ചെയ്യാൻ പോണത്? രേഖ. നമ്മളിവിടെ ജനിച്ചാൽ പോരാ, നമ്മളെ വാപ്പയും ഉമ്മയും ഇവിടെ ജനിച്ചാലും പോരാ. ബാപ്പാന്റെ വാപ്പ ഉണ്ടല്ലോ, മൂന്നാമത്തെ വാപ്പ, ആ ബാപ്പ ഇവിടെ ജനിച്ചു എന്നുള്ളതിന് തെളിവ് വേണമെന്നാ പറയുന്നത്. എവിടുന്ന ഇപ്പൊ ഉണ്ടാക്കുക നമ്മൾ? അതെവിടുന്ന കിട്ടുക? അത് ആർക്കാണ് ബാധകം? മുസ്ലിമീങ്ങൾക്ക്. പ്രിയപ്പെട്ട മുഅ്മിനുകളെ, നിങ്ങൾ വിചാരിച്ചോ ഇതൊരു ചെറിയ കാര്യമാണ് എന്ന്? നിങ്ങൾ നമ്മളെ രാജ്യം ഉണ്ടായ ശേഷം കണ്ടിക്കണം മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും കൂടി ഒരുമിച്ച് ഒരു സമരത്തിന് ഇരിക്കുന്നത്. വെറുതെ ആണോ AP ഉസ്താദും ഖലീൽ തങ്ങൾ പാപ്പയൊക്കെ ആ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ആ സമര പന്തലിലെത്തിയത്? കേരളത്തിന്റെ മുഖ്യമന്ത്രിയും കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവും LDFന്റെയും UDFന്റെയും 2 നേതാക്കൾ ഒരുമിച്ചിരുന്ന് സമരം നടത്തുന്നത് എന്തുകൊണ്ടാണ്? അത്രയധികം ക്രൂരമായ നടപടിക്രമത്തിലൂടെയാണ് കേന്ദ്ര ഗവൺമെന്റ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെയാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ, യാമൻ കശഫദുർ അയ്യൂബ്, യാമൻ അജാബ ദഅവത സക്കരിയ, യാമൻ നസറ ഇബ്രാഹിം, യാമൻ ഖബല തസ്ബീഹ യൂനുസ് ഇബ്നു മത്താ. ഹിസ്ബുൽ ബഹർ ചൊല്ലിയിട്ട്, ഹിസ്ബുൽ നസർ ചൊല്ലിയിട്ട് അതിന്റെ ദുആ ഇങ്ങനെ ദുആ നമുക്ക് കാണാം.